രാജ്യത്തെ നടുക്കി അഹമ്മദാബാദ് വിമാന ദുരന്തമുഖത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. ജിഷ്ണു, ഈ മരണസംഖ്യ സംബന്ധിച്ച് ഇപ്പോഴും ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങൾ വരുന്നില്ല. 242 പേർ വിമാനത്തിനുള്ളിലുള്ളായിരുന്നു. അതിൽ 241 പേരും മരിച്ചു. ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. പിന്നീടുള്ളത് ഈ മരിച്ച പ്രദേശവാസികളാണ്, വിമാനം വന്ന് പതിച്ച സ്ഥലത്ത്. അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ കണക്ക് നമുക്ക് ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഔദ്യോഗികമായൊരു സ്ഥിരീകരണം എപ്പോഴായിരിക്കും ഉണ്ടാകുക? നിലവിലിപ്പോൾ രക്ഷാദൗത്യമെല്ലാം ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് എന്ന് പറയുമ്പോഴും ഈ തിരച്ചിൽ നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും ശരീരഭാഗങ്ങൾ ഈ അപകട സ്ഥലത്തുണ്ടോ എന്നറിയുന്നതിനു വേണ്ടി തന്നെയാണോ? 24 പ്രദേശവാസികളോളം കൊല്ലപ്പെട്ടിരിക്കാം എന്ന് പറയുന്നുണ്ട്. ഇതിൽ തന്നെയാണോ ഈ മെഡിക്കൽ വിദ്യാർത്ഥികളും വരുന്നത്? അതുകൊണ്ട് ഈ കണക്കുകൾ ഇനിയും ഉയരും എന്നുള്ളൊരു ആശങ്കയുണ്ടോ? കാരണം നമുക്കറിയാം, റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് 294 പേർ അപകടത്തിൽ മരിച്ചു എന്നുള്ളൊരു വലിയ കണക്കാണ്. അപ്പോൾ ഒരു വലിയ ആശങ്കയായി തന്നെയാണോ ഈ മരണസംഖ്യ ഇപ്പോഴും നമുക്ക് മുന്നിൽ ഇങ്ങനെ നിലനിൽക്കുന്നത്? രോഹിണി, മരണസംഖ്യ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നതിന് കുറച്ചുകൂടെ സമയമെടുക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം DNA പരിശോധന നടക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം DNA പരിശോധന നടത്തി വരികയാണ്. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൃതദേഹങ്ങൾ പലതും ഒരു കാരണവശാലും തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലുള്ളതാണ്. അതുകൊണ്ട് ഈ DNA പരിശോധനകൾ പൂർത്തിയാക്കണം. അതിനുശേഷം ഔദ്യോഗിക നടപടികൾ, അതിനുശേഷമായിരിക്കും ഔദ്യോഗികമായിട്ടൊരു സ്ഥിരീകരണം ഈ മരണസംഖ്യ സംബന്ധിച്ചുണ്ടാവുക. നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം 265-നും 290-നും ഇടയിൽ മരണം ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കൂടാതെ 60-ലധികം ആളുകൾ പരിക്കേറ്റ് ചികിത്സയിലുണ്ട്. 20-ലധികം ആളുകളുടെ നില അതീവ ഗുരുതരമാണ്. അതായത് മരണം 300-ന് മുകളിലേക്ക് കടക്കാനും സാധ്യതയുണ്ട് എന്ന് ആശുപത്രി അധികൃതർ അനൗദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട്. അതങ്ങനെയാണെങ്കിൽ നേരത്തെയെല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു ദുരന്തം വല്ലാതെ നടുക്കുന്ന രീതിയിൽ, രാജ്യത്തെ നടുക്കുന്ന രീതിയിൽ, രാജ്യം അടുത്തിടെ കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തമായി മാറുന്നു. വിമാനത്തിലുണ്ടായിരുന്നത് 230 യാത്രക്കാരും 2 പൈലറ്റുമാരുൾപ്പെടെ 12 ക്രൂ മെമ്പേഴ്സുമായിരുന്നെങ്കിൽ ആകെ വരുന്നത് 242 പക്ഷേ ആ വിമാനം വന്ന് പതിച്ചിട്ടുള്ളത് ഈ BJ മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള കെട്ടിട സമുച്ചയത്തിൻ്റെ ഇടയിലേക്കാണ്. അതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു. അതിന് തൊട്ടു മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ക്യാമറമാൻ ഉണ്ണി കെ വാര്യരും ജാനും ഉൾപ്പെടെ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുള്ളത്. ആ കെട്ടിടത്തിന് ഇടയിലേക്ക് ഈ വിമാനം വന്ന് പതിക്കുകയും ആ നിമിഷത്തിൽ തന്നെ ആ വിമാനം ഒരു തീഗോളമായി മാറുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള അപകടം സംഭവിച്ചിട്ടുണ്ട്. ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ, കൂടാതെ ഈ കോമ്പൗണ്ടിലുണ്ടായിരുന്ന ഡോക്ടർമാർ, കൂടാതെ പ്രദേശവാസികൾ, ഇവർക്കും മരണം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് 290-ന് മുകളിലേക്ക് ഈ മരണസംഖ്യ പോകാനുള്ള സാധ്യതയുണ്ട് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മൃതദേഹങ്ങളെല്ലാം ഉള്ളത് ഈ അപകടം നടന്നതിന് ഏകദേശം 500 മീറ്റർ, 1 കിലോമീറ്ററിനുള്ളിലുള്ള സിവിൽ ലൈൻ ആശുപത്രിയിലാണ്. അവിടെ ട്രോമ കെയറിലേക്കാണ് ആദ്യം പരിക്കേറ്റവരെല്ലാം തന്നെ എത്തിച്ചിട്ടുള്ളത്. പിന്നീട് പരിക്കിൻ്റെ ആഘാതം അനുസരിച്ച് അവരെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റുകളിലേക്കും ഒപ്പം ജനറൽ വാർഡുകളിലേക്കും മറ്റ് തീവ്രപരിചരണ വിഭാഗങ്ങളിലേക്കുമെല്ലാം മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റ ആശുപത്രി കഴിയുന്നവരിൽ 20 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ലഭ്യമാകുന്ന വിവരം. കൂടാതെ 60ഓളം പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. 230 യാത്രക്കാരും 12 ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 242 പേരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 169 ഇന്ത്യൻ പൗരന്മാർ, കൂടാതെ 53 ബ്രിട്ടൻ പൗരന്മാരും 1 കനേഡിയൻ പൗരനും 7 പോർച്ചുഗീസുകാരും ഈ വിമാനത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഒരാൾ മാത്രമാണ്, അത് നമ്മൾ നേരത്തെയും എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്, ഒരു യാത്രക്കാരൻ മാത്രമാണ് അത്ഭുതകരമായി ഒരു രക്ഷപ്പെടൽ ഈ അപകടത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. വിമാനത്തിൻ്റെയും എമർജൻസി എക്സിറ്റിന് സമീപം, എമർജൻസി എക്സിറ്റ് സീറ്റിന് സമീപം ഇരുന്നിരുന്ന ഈ രമേശ് വിശ്വാസ് കുമാർ എന്ന യാത്രക്കാരൻ മാത്രമാണ് ഇപ്പോൾ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച സിവിൽ ലൈൻ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉള്ളത്. ഇപ്പോൾ ഈ പ്രദേശം, ഈ അപകട സ്ഥലം സന്ദർശിച്ച
ഉന്നത ഉദ്യോഗസ്ഥർ ഈ അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിവിധ തരത്തിൽ വിവിധ ഏജൻസികളുടെ ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും ഒപ്പം സൈന്യത്തിൻ്റെയും പോലീസിൻ്റെയും അഗ്നിശമന സേനയുടെയും എയർ ഇന്ത്യയുടെയും വ്യോമയാന മന്ത്രാലയത്തിൻ്റെയും എല്ലാം ഉന്നത ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി മുതൽ ഇന്ന് ഈ സമയം വരെ സംഭവ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർ വിവിധ തരത്തിലുള്ള പരിശോധനകളും ഒപ്പം ഈ മേഖലയിൽ ഈ അപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണവും എല്ലാം തന്നെ നടത്തി വരുന്നുണ്ട്. കൂടാതെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥരുമുണ്ട്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ദുരന്തം നടന്നിട്ടുള്ള സ്ഥലം സന്ദർശിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകം സുരക്ഷാ ക്രമീകരണങ്ങളും ഇപ്പോൾ ഇവിടെ ഒരുക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നേരത്തെ അല്പസമയങ്ങൾക്ക് മുൻപ് ഇവിടെ പോലീസ് കമ്മീഷണർ, സിറ്റി പോലീസ് കമ്മീഷണർ ഈ സ്ഥലത്തെത്തിയ സ്ഥിതിഗതികൾ പരിശോധിച്ചിരുന്നു. കൂടാതെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ദുരന്തം നടന്ന സ്ഥലത്ത് പ്രാഥമികമായിട്ടുള്ള രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ടെങ്കിലും NDRFനോട് കൂടുതൽ ആഴത്തിലുള്ള പരിശോധന നടത്താനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. നേരത്തെ പ്രതികരിച്ചിട്ടുള്ള ദേശീയ ദുരന്ത നിവാരണ സേനയുടെ അംഗവും അതുതന്നെയാണ് അറിയിച്ചത്. അതായത് കൂടുതൽ പരിശോധന നടത്താനുള്ള നിർദ്ദേശം ലഭിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. സ്നിഫർ ഡോഗുകളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ ദുരന്തം നടന്ന സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്തുകയാണ് എന്ന് ദേശീയ ദുരന്ത നിവാരണ സേന അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം പ്രാഥമിക ഘട്ടത്തിൽ പൂർത്തിയായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുമ്പോഴും ആഴത്തിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യ ശരീരം ഈ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിലോ അല്ലെങ്കിൽ കെട്ടിടത്തിൻ്റെ ഇടയിലോ ഉണ്ടോ എന്ന അവസാനഘട്ട പരിശോധനയായിരിക്കാം ദേശീയ ദുരന്ത നിവാരണ സേന നടത്തുന്നത്. ഒപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മേഖലയിൽ സന്ദർശിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ പരിശോധനയും ആ പ്രദേശത്ത് നടക്കുകയാണ്. ഏതായാലും അല്പസമയങ്ങൾക്ക് മുൻപാണ് എയർ ഇന്ത്യയുടെ CEO ഈ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നേരിട്ടെത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇന്നലെ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. ഏറെ ദുഃഖമുളവാക്കുന്ന സംഭവം, എയർ ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ഏറെ ദുഃഖം നിറഞ്ഞ ഒരു സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നൊരു പ്രതികരണം ഇന്നലെ തന്നെ എയർ ഇന്ത്യയുടെ CEO നടത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം ഈ സംഭവ സ്ഥലത്തേക്ക് നേരിട്ടെത്തി പരിശോധന നടത്തുകയാണ്. ഇപ്പോഴും കൂടുതൽ സുരക്ഷാ യൂണിറ്റുകൾ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. നമുക്ക് മനസ്സിലാക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് സുരക്ഷാ പരിശോധനയ്ക്ക് എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രി 8:30 ശേഷം അഹമ്മദാബാദിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ സന്ദർശനം ഇപ്പോൾ അഹമ്മദാബാദിലുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കൂടാതെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, വ്യോമയാന മന്ത്രി തുടങ്ങിയവരുമായി ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒരു കൂടിയാലോചന, ഒരു അവലോകന യോഗം എന്ന രീതിയിൽ പ്രധാനമന്ത്രി ചേരും. അതിനുശേഷം ഈ സംഭവ സ്ഥലത്തും കൂടാതെ ആശുപത്രിയിലും പരിക്കേറ്റ് ചികിത്സയിലുള്ള ആശുപത്രിയിലും ഈ തരത്തിൽ പ്രധാനമന്ത്രി സന്ദർശിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടങ്ങളിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനമുണ്ടാകും. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അതായത് കൃത്യമായിട്ടുള്ള സമയം സംബന്ധിച്ചൊരു വിശദാംശങ്ങൾ ലഭ്യമായിട്ടില്ല. അല്പസമയം മുമ്പ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കുന്നതിനുള്ള ഉദ്യോഗസ്ഥരാണ്. ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിനോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനം പ്രാഥമിക ഘട്ടത്തിൽ പൂർത്തിയാവുകയും പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന വേളയിലുള്ള പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏതായാലും അപകടം സംഭവിച്ച് ഏറ്റവും ഒടുവിൽ ഈ അപകടത്തെ സംബന്ധിച്ച് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിക്കുക മരണസംഖ്യ 290 അടുത്തേക്ക് ഏകദേശം അനൗദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. 265-നും 290-നും ഇടയിൽ ഈ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. 60 പേർ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇതിൽ 20-ലധികം പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. ഈ ദുരന്തം നടന്ന സ്ഥലത്ത് പ്രാഥമികമായിട്ടുള്ള രക്ഷാപ്രവർത്തനം പൂർത്തിയായി. ഇന്ന് പുലർച്ചെ വരെ അവിടെ പുകയും അല്ലെങ്കിൽ ആ അഗ്നിനാളത്തിൻ്റെ ബാക്കിയും ഉണ്ടായിരുന്നെങ്കിൽ അത് പൂർണ്ണമായും മാറ്റിക്കൊണ്ട് JCB ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പൂർണ്ണമായും മാറ്റിക്കൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം പ്രാഥമികമായി പൂർത്തിയാക്കുകയും ഇപ്പോൾ അവസാനഘട്ട പരിശോധന ദേശീയ ദുരന്ത നിവാരണ സേന നടത്തുകയാണ്. എയർ ഇന്ത്യയുടെ CEO സംഭവ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സംഘം ഇന്നലെ തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ നേതൃത്വത്തിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. രോഹിണി. ശരി ജിഷ്ണു.